ജീവിതത്തിന്റെ പാതയിൽ അവൾക്ക് പലതും തരണം ചെയ്യേണ്ടതായി വരുന്നു. ലക്ഷ്യത്തിലെത്താൻ അവൾക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടിയും വരുന്നു. ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് അവൾ കരസ്ഥമാക്കുന്ന കഴിവിന്റെ വിജയമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന സെഗ്മെന്റ്. ഇളം മഞ്ഞിൻ കുളിരുമായി ഇതാ മഞ്ഞിന്റെ ഈറനണിഞ്ഞ ഒരു സംഗീത പ്രതിഭ. മഞ്ഞിന്റെ ആർദ്രമായ കുളിരിലേക്ക് ഇഴുകിച്ചേരാൻ വയലിൻ തന്ത്രികൾക്ക് കഴിയുമെന്ന് തെളിയിച്ച കൊച്ചു പ്രതിഭ കൂടിയാണ് ഇവൾ. ഈ സംഗീത പ്രതിഭയുടെ പേര് ദേവിക മുരളി. ക്ലാസിക്കലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസിക്കലാണ് കൂടുതലിഷ്ടം. പിന്നെ സിനിമ മൂവി സോങ്സ് ഒക്കെ വായിക്കാറുണ്ട്. ക്ലാസിക്കലാണ് എനിക്ക് കൂടുതലിഷ്ടം. എന്നെ വയലിൻ പഠിപ്പിക്കുന്നത് ബാലചന്ദ്രൻ സാറാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാഗം ശിവരഞ്ജിനിയാണ്. പിന്നെ ഇപ്പോൾ ക്ലാസിക്കൽ തന്നെയാണ് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. വെറും ഒരു സംഗീത പ്രതിഭയായിട്ടല്ല ഈ സംഗീതക്കാരി ഇന്ന് പേരെടുത്തിട്ടുള്ളത്. ഈ 13കാരി ഇന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീത സംവിധായകയുടെ റോളിൽ കേരളത്തിൽ അറിയപ്പെടുകയാണ്. പിച്ചവച്ച നാൾ മുതലേ സംഗീതം കേട്ടും പാടിയും വളർന്ന ദേവിക ഏതാണ്ട് 6 വയസ്സുള്ളപ്പോൾ തന്നെ വരികൾക്ക് വേണ്ടി ഈണം നിർമ്മിക്കുമായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഹിറ്റുകളുടെ പട്ടികയിലേക്ക് ഉയർന്നു വന്ന സഖിയെ ഉറങ്ങിയോ എൻ പ്രിയ സഖി നീ ഉറങ്ങിയോ എന്ന വിധു പ്രതാപ് ആലപിച്ച ഗാനത്തിന് സംഗീത സംവിധാനം ഒരുക്കിയത് ഈ 8ാം ക്ലാസ്സുകാരി തന്നെയാണ്. സഖിയേ ഉറങ്ങിയോ എൻ പ്രിയ സഖി നീ ഉറങ്ങിയോ കനവുകളോറും മിഴികൾ മൂടി. സഹോദരൻ ദീപക് മുരളി +2 എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവിടെ വെച്ച് ഡയറക്ടർ ഷെഫിയാണ് ഈ കുഞ്ഞു മനസ്സിലെ മ്യൂസിക് ഡയറക്ടറെ പുറത്തെടുത്തത്. +2 മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള മനു രമേശൻ ചേട്ടനെ കണ്ടിട്ടുണ്ട്. എൻ്റെ ബ്രദറ് +2 എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ അത് വെക്കേഷൻ ടൈമിലായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു വയലിൻ. അതുകൊണ്ട് ഞാൻ ഷൂട്ടിംഗ് സെറ്റിലേക്കും വയലിൻ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ വയലിൻ വായിക്കുന്നത് കേട്ടിട്ടാണ് ഷെബി എന്ന് പറഞ്ഞിട്ടുള്ള ഷെബി സർ +2 ഡയറക്ടർ പറഞ്ഞത് മ്യൂസിക് ഡയറക്ടർ അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് കടന്ന് ട്രൈ ചെയ്തോടാന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടർ ആയി നോക്കാന്ന് വിചാരിച്ചത്. ഉറങ്ങിയോ എൻ പ്രിയ സഖി നീ ഉറങ്ങിയോ. ആഗ്രഹിച്ചതിലും നല്ലൊരു ഔട്ട്പുട്ടായിരുന്നു. വിഷ്വലൈസേഷൻ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ മ്യൂസിക് ചെയ്ത ഒരു ആൽബം ഇറങ്ങി, അത് ഹിറ്റായി. കളിപ്പാട്ടങ്ങളും കളിക്കോപ്പുമായി നടക്കേണ്ട കാലത്തെ സംഗീതത്തെയും സംഗീത ഉപകരണങ്ങളെയും കളിക്കൂട്ടിന് കൂട്ടിയിരുന്നു ഈ നിറഞ്ഞ സംഗീതക്കാരി.
ഇപ്പോൾ ബാച്ചിലേഴ്സ് എന്ന സിനിമയിൽ എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നതും കുട്ടിക്കളി വിട്ടുമാറാത്ത ഈ പെൺകുട്ടി തന്നെയാണ്. കാർത്തിക്കും ജ്യോത്സ്നയും ചേർന്ന് പാടിയ ഗാനത്തിന് ഈണം പകർന്ന് ദേവിക കൗതുകം സമ്മാനിക്കുന്ന പ്രതിഭയാവുന്നു. കുറേയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊന്നും ഇതായിട്ടും ഇത് മ്യൂസിക് ഡയറക്ഷനിലേക്ക് അത് റെക്കോർഡിംഗ് വരെ ഒന്നും എത്തിയിട്ടില്ല. കുറേ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വയലിനിലും സംഗീത സംവിധാനത്തിലും മാത്രമല്ല ഈ പ്രതിഭ നിറഞ്ഞു നിൽക്കുന്നത്. തബലയുടെ രസമുള്ള ലോകത്തും നിറസാന്നിധ്യം ഒരുക്കാൻ ദേവിക മറന്നിട്ടില്ല. ഒപ്പം കീബോർഡിലും ശാസ്ത്രീയ സംഗീതത്തിലും തന്റേതായ കഴിവ് നിറയ്ക്കുന്നുണ്ട് ഈ കൊച്ചു വലിയ സംഗീത പ്രതിഭ. ൽ തൃശൂർ ദേവമാതാ പബ്ലിക് സ്കൂളിലെ കലാതിലകമായിരുന്നു. സംസ്ഥാന CBSE കലോത്സവത്തിൽ എല്ലാ മത്സരങ്ങൾക്കും A ഗ്രേഡും സ്വന്തമാക്കി ദേവിക. ഞാൻ ഡാൻസ് ചെയ്യും, മോഹിനിയാട്ടം ചെയ്യും, ഭരതനാട്യം ചെയ്യും, കുച്ചിപ്പുടി ചെയ്യും, ഫോക്ക് ഡാൻസ് ചെയ്യും, മോണോ ആക്ട് ചെയ്യും. സംഗീത രംഗത്തും കായിക രംഗത്തും സംസ്ഥാനത്ത് തിളങ്ങി നിന്ന മുരളിയും ഷൈനിയുമാണ് ദേവികയുടെ മാതാപിതാക്കൾ. സഹോദരൻ ദീപക്കും ഇളയ സഹോദരി ഗോപികയും ഉൾപ്പെട്ട കലാകുടുംബം താമസിക്കുന്നത് തൃശൂർ പൂത്തോളിൽ ചേലൂർ ടവറിലാണ്. ഏത് സംഗീതത്തോടും ഇഴുകിച്ചേരും അവൾ. മനസ്സിൽ ഒരുക്കിവെച്ച ചില സംഗീത ചിട്ടകളുണ്ട് ഈ കുഞ്ഞു സംഗീത സംവിധായകയ്ക്ക്. കയ്യിൽ ഏതു ഗാനം കിട്ടിയാലും അരമണിക്കൂറിനുള്ളിൽ കാതുകൾക്ക് ഇമ്പം നിറയ്ക്കുന്ന ഗാനമാക്കി മാറ്റും. അതാണ് ദേവിക ഗാനത്തിന്റെ വശ്യമായ പ്രത്യേകത.